ചിലരൊക്കെ ചോദിക്കുന്ന കഥ എന്താണെന്ന്. അപ്പം നമ്മൾ കമൻറ്റിൽ കൂടെ പറയുന്നില്ല, നമ്മളിങ്ങനെയാണ് പറയുന്നത്. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവോഴ്സ്ഡാണ്. അപ്പം നമുക്ക് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അങ്ങ് ഈ വീടും എൻ്റെയൊക്കെ സ്വത്ത് മുതലൊക്കെ തട്ടിയെടുക്കണം. പിന്നെ ഒരു ബിജു പി എന്ന് പറയുന്നവനെയാണ് നമ്മൾ ബന്ധം ഒഴിഞ്ഞത്. അവന് പല ഇതാണ്. അവൻ ഭയങ്കര കള്ളനാണ്. അവനും ഇതുപോലെ എന്തൊക്കെയോ പല പെണ്ണുങ്ങളുമായിട്ടൊക്കെ വലിയ കണക്ഷനാണ് അവന്. അപ്പോൾ അവന് വേറെ വല്ല പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ ജീവിക്കണം. എന്നെ അങ്ങ് വകവരുത്തി വെച്ച് എൻ്റെ അനിയത്തി എന്ന് പറയുന്ന മഹതിയുടെ കൂടെ ജീവിക്കണം. അവൾ ഒരുത്തനെ എല്ലാം വകവരുത്തി വെച്ച്, ഒരു തമിഴ്നാട്ടുകാരനെ എല്ലാം വകവരുത്തി വെച്ച് ഇങ്ങനെ വന്ന് ഇവനെ കെട്ടാനായിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവന്മാർ അവനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇവിളിങ്ങി വന്നപ്പോഴത്തേന് എന്നെ എല്ലാം റെഡിയാക്കാനായിട്ട് ഇവന്മാർ നോക്കി. അവനെ ഇതുപോലെ ഒറ്റയ്ക്കാക്കി എല്ലാം റെഡിയാക്കാനായിട്ടാണ് ഇരുന്നത്. അങ്ങനെയാണ് അവനെ റെഡിയാക്കിയത്. അവനെ ഒറ്റയ്ക്കാക്കി മധുരയിൽ വെച്ച് ഒറ്റയ്ക്കാക്കി അവനെ അങ്ങ് റെഡിയാക്കി. അപ്പോൾ അതുപോലെ എന്നെ ഇവിടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിർത്തി എന്നെ അങ്ങ് റെഡിയാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ എല്ലാവരുടെയും ആയുസ്സും എല്ലാവരുടെയും ദൈവാധീനവും ഒക്കെ ഒരുപോലെയല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവന്മാർക്കും എന്നെ ഒന്ന് റെഡിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവൻ്റെയും പ്ലാൻ, ബിജു പി എന്ന് പറയുന്നവൻ്റെയും പ്രീതായസ് പണിക്കറിൻ്റെയും പ്ലാനൊക്കെ പൊട്ടി പാളീസായി. അങ്ങനെ പാളീസായതോടെ പിന്നെ എൻ്റെ പുറകിനായി പല രീതിയിലുള്ള നടപ്പുകളായി. എങ്ങനെയെങ്കിലും എൻ്റെ സ്വത്ത് മുതലും അടിക്കണം, പല ആൾക്കാരെ കൊണ്ട് സംബന്ധം കഴിപ്പിച്ചു എന്ന് വരുത്തണം, സംബന്ധം കഴിച്ചു എന്നൊക്കെ വരുത്തി ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇതാണ് കഥകളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഇരുന്നാലും നമ്മുടെ വൈഫൈ ഇതാക്കുക, അപ്പോൾ നമ്മളിവിടെ അല്ലാന്ന് വരുത്തുക. നമ്മുടെ വൈഫൈ കണക്റ്റഡ് ആണെങ്കിലല്ലേ നമ്മളിവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മുടെ വൈഫൈക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മളുടെ വൈഫൈ ഇൻ്റർഫിയറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൽ നിന്ന് വൈഫൈ കണക്റ്റ് ആക്കാതിരിക്കുക. നമ്മുടെ CCTV ക്യാമറയൊക്കെ ഓഫ് ചെയ്യുക. പിന്നെ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുണ്ട്, നാക്കെടുത്ത കള്ളോവേ പറയത്തുള്ളൂ. അവനിങ്ങനെ കഥകളുണ്ടാക്കുക. അവൻ ഭയങ്കര കഥകൾ. അവൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ വഴി നടക്കുന്നുണ്ടെങ്കിൽ അവന് ആരാണ്ട് ഇങ്ങോട്ട് വരും. മാസ്കൊക്കെ വെച്ചാണ് ഈ കള്ളം നടക്കുന്നത്. ഒരു 90 വയസ്സുണ്ട് അവനൊരു 90 വയസ്സുണ്ട്. പക്ഷേ അവനിങ്ങനെ അങ്ങ് നടക്കുക. അവൻ ചെറുപ്പക്കാരനാണ്. അവൻ പിന്നെ അങ്ങ് തുണി പൊക്കി കാണിക്കുക. അവൻ്റെ കൂടെ കണ്ട് ചെല്ലാനാ എന്തോന്നറിയത്തില്ല. അവനങ്ങ് രോഗം. അവന് ഫ്രണ്ടിലത്തെ തുണി പൊക്കി കാണിക്കുക, പിടിച്ച് കാണിക്കുക. പിന്നെ അവൻ്റെ പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിച്ച് കാണിക്കുക. അവൻ്റെ പുറവശം തുണി പൊക്കി കാണിക്കുക. ഭയങ്കര ഡ്രാമ. പിന്നെ അഭിഷേകങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. തെറിവിളി അഭിഷേകം, ഭയങ്കര തെറിവിളി അഭിഷേകമാണ് നടത്തുന്നത്. ഫുൾ തെറിവിളിയാണ് അവൻ്റെ തെറിപ്പാട്ടാണ് അവൻ പാടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരു പൂരമുണ്ടല്ലോ കൊടുങ്ങല്ലൂർ, അവിടെ ഇല്ല ഇത്രയും തെറിപ്പാട്ട്. അവരും പാടുന്നില്ലെന്നാണ് തോന്നുന്നത്. അവർക്ക് എത്രയോ ലക്ഷങ്ങൾ വന്നാലും ഇവൻ ഒരുത്തം മതി, അത്രയ്ക്ക് പാട്ട് ഇവനറിയാം. അതുപോലുള്ള വർത്തമാനം പറയാനും ഇവനറിയാം നല്ലപോലെ. അങ്ങനത്തെ വർത്തമാനം പറയാനും. അവൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെ, ഇങ്ങനെ ചില പൊമറേനിയൻ പട്ടി ഇങ്ങനെ കുരയ്ക്കുന്ന പോലെ സംസാരിക്കുന്നത്. ഞാൻ ഇട്ടിട്ടുണ്ട് അത്. അങ്ങനെ ചില പൊമറേനിയൻ പട്ടി കുരയ്ക്കുന്ന പോലെ അങ്ങ് കുരയ്ക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അസൽ കുരയ്ക്കുന്ന പോലെ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങളാണ് ഇത് പറയുന്നെങ്കിൽ അവൾ ഈ SNDP ഇവളുടെ കാര്യം ഇവളുടെ ഭർത്താവിനോടും പറയാൻ ചെന്ന അവരോടും ഞങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രം, ഇതുപോലുള്ള എന്താ പറയുക അനാവശ്യങ്ങളാണ് അവൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ അവളെ അനാവശ്യം പറഞ്ഞാൽ, അവളുടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൾക്കങ്ങ് ഭയങ്കര ദേഹത്ത് കൊള്ളും, പെരളും അങ്ങ്. പക്ഷേ നമ്മളെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവൾ നമ്മളെ അവരുടെ എല്ലാം മുന്നിൽ അത് തന്നെയാണ് പറയുന്നത്. അവൾക്ക് പറയാൻ നമുക്ക് പറയരുത്. വല്ലാത്തൊരു ഡബിൾ സ്റ്റാൻഡേർഡ്. അത് എവിടെ നിന്ന് വന്നതെന്നറിയത്തില്ല. ഇവൾ ആരാന്നറിയത്തില്ല, ഏത് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോളാണെന്ന് അറിയത്തില്ല. റേഷനരി തിന്നാണ് കിടക്കുന്നത്. പണ്ട് കണ്ടവൻ്റെ എല്ലാം എന്തുവാ പറയുന്നത്, ഓമയ്ക്കായും കട്ടുമോട്ടിച്ച് ഓമയ്ക്ക കക്കുക, ഞങ്ങളുടെ വീട്ടിൽ കയറി സവാള കക്കുക, ഉരുളൻകിഴങ്ങ് കക്കുക, ഇതെല്ലാമായിരുന്നു ഇവളുടെ പണി. എല്ലാം കയറി വന്ന അടുക്കളയിൽ കൂടെ ഇവൾക്ക് കയറി വരായിരുന്നു. കയറി വന്നേച്ച് ഉരുളൻകിഴങ്ങും സവാള എല്ലാം കട്ടുകൊണ്ട് പോവുക. നമ്മുടെ തേയിലപ്പൊടി തേയിലയില്ല, പഞ്ചസാരയുണ്ടോ ഉപ്പുണ്ടോ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇവളുടെ ജോലി. നാഴിക്ക് 40 തൊട്ട് ഒരു ദിവസം വരും. അതുണ്ടോ, വെളിച്ചെണ്ണയുണ്ടോ, മറ്റേതുണ്ടോ മറിച്ചേതുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശല്യമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുണ്ടോ ഇതുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് കയറി വരികയായിരുന്നു ജോലി. പിന്നെ നാട്ടുകാരുടെ എല്ലാം പിണ്ടി, പിന്നെ വാഴയ്ക്ക, പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഓമയ്ക്ക എന്ന് വേണ്ട എന്തൊക്കെ കിട്ടാവോ അതെല്ലാം ഒടിച്ചുകൊണ്ട് വന്നായിരുന്നു. മുരിങ്ങയില എല്ലാം ഇതിപ്പം വലിയ പ്രഭുകുമാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഇവളുടെ ഒരു മോളുണ്ട്. ഇപ്പം ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് ഛർദ്ദിക്കണം, അവൾക്ക് ഛർദ്ദിയിൽ വരും. ഭയങ്കര ഇതൊക്കെയാണ് ഇവളുടെ
അങ്ങനെയൊക്കെ വലിയ ഇതാണ്. അങ്ങനെ അങ്ങ് ഭയങ്കര അവർ ഇതെല്ലാം ഇപ്പം നമുക്ക് നല്ല തെളിവുണ്ടാക്കിയിട്ടുണ്ട്. ഇവന്മാർ കാണിക്കുന്നതൊക്കെ നാട്ടുകാർ പറയുന്നത് ചൂടുവെള്ളം കോരി ഒഴിക്കണമെന്നാണ് പറയുന്നത്. ഇവൻ ഇനി കാണിച്ച് ചൂടുവെള്ളം കോരി ഒഴിക്കണമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. പിന്നെ അനാവശ്യ കഥകൾ പറയാം. നമ്മളിപ്പോൾ SNDP പോവും. SNDP ഒരു സ്വാമിയുണ്ട്. സ്വാമി ഇവിടെ നമ്മളെ അടിക്കാനോ എന്തോന്നറിയത്തില്ല, അപ്പോൾ കമ്പി വടിയും കൊണ്ട് വന്നെന്നൊക്കെയാണ് ഇവൻ കള്ളത്തര കഥകളുണ്ടാക്കുക. പിന്നെ സ്വാമിയുടെ കൂടാണ് കഥകളുണ്ടാക്കുക. അനാവശ്യം തന്നെ ഉണ്ടാക്കുക. സ്വാമി SNDPക്കകത്ത് 11 മണി വരെ അതിനകത്തോ ഒക്കെ കയറിയിരിക്കുന്നതിന് നമ്മളെന്തോ വേണം? അതിനകത്തൊരു ഇപ്പുറത്തൊരു മുറിയുണ്ട്, അതിനകത്ത് അയാൾ കയറിയിരിക്കുന്നു. അതിന് ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നത്, ഞങ്ങളുടെ ക്യാമറയുണ്ട്. ഇവിടെ ഈ ക്യാമറയ്ക്കകത്ത് ഇരിക്കുന്നതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തനി തോന്നിയ ദിവസം തന്നെ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കും ഇവൻ. നമ്മൾ പിന്നെ അവിടെ പോയി നിൽക്കുക. അവിടെ പോയി നിൽക്കുന്നതിനൊരു ഉദ്ദേശം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ക്യാമറയുണ്ട്. നമ്മൾ അവിടെ ചെല്ലുന്നുണ്ടെന്നുള്ളതൊക്കെ അറിയണം. നമ്മൾ ഇവിടെ തന്നെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇവർ പറയുന്നത് നമ്മൾ ഉഗാണ്ടയിലാണെന്ന്. അതുകൊണ്ടാണ് ഇവിടെ കൂടെ ഒക്കെ നടക്കുന്നത്. അവിടെയുണ്ട് CCTV ക്യാമറ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് നമ്മൾ ദിവസം പോവും. പിന്നെ അവിടെ വേറെ ശീലമാമൻ, അവർക്കറിയാം ശീലമാമനൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അവരൊക്കെ നല്ല മനുഷ്യരാണ്, അവർക്കൊക്കെ കാര്യങ്ങളറിയാം. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പം കാര്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാവുന്നവരുണ്ട്. നമ്മളിവരുടെ സ്വത്ത് വകകളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവനാണ് ഇങ്ങനെ അങ്ങ് നമ്മുടെ വടക്കേ ഒരു 17 സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീടിന് തൊട്ട് ചേർന്ന്. നമ്മൾ അങ്ങോട്ടിറങ്ങിയ അങ്ങ് കമൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുട്ബോളും ക്രിക്കറ്റ് ഫുട്ബോളിൻ്റെ കമൻട്രി ഒക്കെ കേട്ടിട്ടില്ലേ? ബോളിതാ ഇന്നവരുടെ പെലയുടെ കാൽക്കൽ അതാ ഗോളടിക്കാൻ പോകുന്നു, അങ്ങനത്തെ കമൻട്രിയാണ് ഇവിടെ. അതേണ്ട പ്രാന്തി ഇറങ്ങി, ഇവൻ നമ്മളെ വിളിക്കുന്നത് പ്രാന്തി ഇതേണ്ട ഇറങ്ങി, പ്രാന്തി ഇതേണ്ട നടക്കുന്നു, എന്താടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങനെ അങ്ങ് കമൻട്രി ഇവന് രോഗം, ഇവൻ്റെ കമൻട്രി രോഗം. അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവൻ്റെ കമൻട്രികളെല്ലാം. വിത്ത് എവിഡൻസ് ആണ് കമൻട്രി എല്ലാം. നമ്മൾ ഇവനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല ചുമ്മാ അല്ല. ഇവൻ എന്തെല്ലാം പറയുന്നു? പിന്നെ 50 വയസ്സായി, അവന് 90 നമുക്ക് 50 ആയുള്ളൂ, അവന് 50 ആയെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ കുഴപ്പം. നമുക്ക് 50 ഇവൻ അതിൻ്റെ വയസ്സ് തീരുമാനിക്കുന്നത് 50 അവന് 90. നീ പോയി ചാവടാ പോകുന്ന വഴിക്ക്. ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. ഇവൻ എവിടുന്നോ കയറി വന്നൊരു തെണ്ടി, ഒരു കണിയാൻ, എവിടുന്നോ വലിഞ്ഞു കയറി വന്നത് ഇവൻ. എങ്ങാണ്ടൊരു കെടുമ്പ്. ഒന്നി വിദ്യാഭ്യാസം വേണം, ഒന്നി സംസ്കാരം വേണം. ഇതൊന്നുമില്ല ഇവന്. വിദ്യാഭ്യാസവും ഇല്ല, സംസ്കാരവും ഇല്ല, ജാതിയും നല്ലതല്ല, വെറും കണിയാൻ. എങ്ങോട്ട് 3rd റേറ്റ് ഇങ്ങനെ. പിന്നെ കാണാൻ ഒരു കുരുടൻ, ഒരു കേടുമ്പ്. കണി കണ്ട ഗുണം പിടിക്കത്തില്ല. ചില ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കൂട്ടം അവൻ്റെ മൂക്ക് 2 കൂടെ തുറന്നിങ്ങനെ ഇരിക്കുന്നത്, ഒരു കേടുമ്പ്. ഇവനിങ്ങനെ നടക്കുക. ഒന്നി സംസ്കാരം വേണം, ഒന്നി വിദ്യാഭ്യാസം വേണം, ഒന്നി വായ എടുത്ത എന്തെങ്കിലും നല്ല വർത്താനം പറയുന്നവനായിരിക്കണം. ഇതൊന്നുമില്ല, കേടുമ്പ് നടക്കുക. എല്ലാം കൊണ്ടും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇവനാ. ഇവൻ്റെ തെറിവിളി നമ്മൾ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവനെപ്പോലെ ഒരു തെറി വിളിക്കുന്നവനില്ല എന്നുള്ളത്. മനസ്സിലായില്ലയോ? ഇങ്ങനെ അങ്ങ് രോഗമായിട്ട് നടക്കുക. നമ്മുടെ സ്വത്ത് വേണം, അതിൽ വേണം എന്ന് പറഞ്ഞ് കുറേ അവന്മാർ, ഏറ്റവും മെയിനായിട്ട് ഈ സഭാനന്ദ മന്ദിരത്തിലെ കുറേ എണ്ണമുണ്ട്. അവളുമാർക്കും ഒരു ശ്രീലത, കുറേ അവന്മാർ, പിന്നെ ഇവനുമാണ് രോഗം മുഴുവൻ. ഈ ബിജു പി എന്ന് പറയുന്നവനാണ് പിന്നെ പുറകിൽ കൂടെ സപ്പോർട്ടുകൾ മുഴുവൻ. പിന്നെ വേറെ ഒരു അവളുണ്ട്, പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന കള്ളിയും. അവൾക്കും ഇവനും കൂടെ പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവളാണ് പറയുന്നത് നമ്മുടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞപ്പം ഡിവോഴ്സ് കഴിഞ്ഞെന്നേ ആരോടും പറയണ്ടാന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയൊക്കെ അങ്ങ് ഇവൾ വിചാരിച്ച എന്നെ വക വരുത്തിയേച്ചോ പിണങ്ങി വന്ന്. പിന്നെ ചേട്ടത്തി മരിച്ചു, അനിയനും മരിച്ചു. അതുകൊണ്ട് അനിയത്തി ചേട്ടൻ്റെ കൂടെ അങ്ങ് പൊറുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ അങ്ങ് ചേട്ടനും എന്ന ചേട്ടത്തിയും പോയി, അനിയനും പോയതുകൊണ്ട് ഇനി ചേട്ടനും അനിയത്തിയും കൂടെ അങ്ങ് പൊറുക്കാമെന്ന്, അങ്ങനെ കഥകളൊക്കെ ആക്കി അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പാലക്കാട്ട് പോയി ഉഗാണ്ടയിൽ ഇങ്ങനെ കട്ടുമോട്ടിച്ചൊക്കെ പോകുന്നവരും കൊലപാതകമൊക്കെ ചെയ്ത് ഇവിടുന്നെല്ലാം പോകുന്നവരെല്ലാം പാലക്കാട്ട് പോയി അടിയുന്നത് കുറേ എണ്ണം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇവിടും പാലക്കാട്ട് പോയി അടിഞ്ഞു വെച്ചിരിക്കുക, അടിഞ്ഞേക്കുമോ ഇവള് എങ്ങാണ്ടൊരു കെട്ട പാലക്കാട്. അപ്പോൾ ഇന്നൊരു പാലക്കാട്ട് ഒരുത്തൻ വിളിക്കുക, ഇങ്ങനെ അവിടെ വിളിപ്പിക്കുന്നതായിരിക്കും അങ്ങോട്ട് കെട്ടക്കെടുമേനെ കൊണ്ടൊരു പാലക്കാട്ടുകാരൻ. അവൻ വിളിച്ചു ചോദിച്ചു, നീ ഏതാടാ പാലക്കാട്ട് എന്ന് വിളിക്കുക, ഏതവൾ പറഞ്ഞിട്ടാണ് വിളിച്ചത്, അവളെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തോന്നിയാസം എടുക്കുന്നു ഇങ്ങനെ കുറേ ഫോൺ കോളും ഒക്കെ വിളിപ്പിച്ച് നമ്മുടെ കഥകളും ഉണ്ടാക്കി ഇങ്ങനെ ഇരിപ്പാ ജോലി. നമ്മുടെ വീട്ടിലാണ് മാനം മര്യാദയ്ക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മുടെ വീട്ടിലിരിക്കുന്നു. തോന്നിയാസ കഥകളുമായിട്ട് കുറേ ഇങ്ങനെ 3rd റേറ്റ് ബാസ്റ്റേഴ്സ് നടക്കുകയാണ്. ഒരു ഇതുമില്ല. ഇന്ന് മാർച്ച് 8 4:50 ഏകദേശം 5 മണിയായി. ഞാൻ എൻ്റെ വീട്ടിലാണ്, നിങ്ങളെല്ലാം കണ്ട്. നമുക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കുറേ കഥകളുണ്ടാക്കുക, ഒരു 3rd റേറ്റ് കുറേ എണ്ണം. ഇതാണ് എൻ്റെ വീട്. I am Deepa S. Panikar here inside my house, Sahadeva Mandiram, Olavettiambalam, Maവേലിക്കര.